രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ടൂറിസത്തിനും മാലിന്യ സംസ്കരണത്തിനും അടിസ്ഥാന വികസനത്തിലും ഊന്നൽ നൽകുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് അവതരിപ്പിച്ചത്. 27 കോടി രൂപ 27 കോടി 5 ലക്ഷം രൂപ വരവും 26 കോടി 58 ലക്ഷം രൂപ ചിലവും 46 ലക്ഷം രൂപ മിച്ചവുമുള്ള ബഡ്ജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് രൂപീകൃതമായ 1962-ൽ 8,244 രൂപ വരവും 6,924 രൂപ ചിലവും 1,320 രൂപ മിച്ചവുമുള്ള ബജറ്റായിരുന്നു അവതരിപ്പിച്ചതെങ്കിൽ 63 വർഷങ്ങൾക്ക് ശേഷം സർവ്വ മേഖലയിലും വികസനങ്ങൾ എത്തിക്കത്തക്ക വിധം 27 കോടി രൂപയുടെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ടൂറിസത്തിനും മാലിന്യ സംസ്കരണത്തിനും അടിസ്ഥാന വികസനത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ഈ ഭരണസമിതിയുടെ 5ാമത് ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. 2026 മാർച്ച് മാസത്തിൽ വികേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണം പഞ്ചായത്തിലാകെ സാധ്യമാക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരണ വേളയിൽ പറഞ്ഞു. രാജാക്കാട് എന്ന കൊച്ചു ഗ്രാമത്തിന്റെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണിത്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മുൻഗണന കൊടുത്തിരിക്കുന്നത് ഭവന നിർമ്മാണം, കാർഷിക മേഖല, മാലിന്യമുക്തം, കുടിവെള്ളം, ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുത്ത് ബഡ്ജറ്റിൽ ഫണ്ട് മാറ്റി വെച്ചിട്ടുള്ളത്. ടൂറിസം പശ്ചാത്തല വികസനത്തിനായി 1.5 കോടി രൂപയും റോഡുകൾ, കലുങ്കുകൾ, റോഡ് മെയിൻ്റനൻസ് എന്നിവയ്ക്കായി 6 കോടി 10 ലക്ഷം രൂപയും ആശുപത്രികൾ, സ്ഥാപനങ്ങൾ എന്നിവയ്ക്കായി 95,17,000 രൂപയും ഭവന നിർമ്മാണത്തിനായി 4 കോടി 63 ലക്ഷം രൂപയും വകയിരുത്തി. കാർഷിക മേഖലയ്ക്കും ക്ഷീര മേഖലയ്ക്കുമായി 46 ലക്ഷം രൂപ വീതം മാറ്റിവെച്ചു. ആരോഗ്യ മേഖലയ്ക്ക് 85 ലക്ഷവും കുടിവെള്ള പദ്ധതികൾക്ക് 81 ലക്ഷവും മാറ്റിവെച്ചു. രാജാക്കാട് ദിവ്യജ്യോതി ഓഡിറ്റോറിയത്തിൽ നടന്ന ബജറ്റ് അവതരണ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ രതീഷ് അധ്യക്ഷത വഹിച്ചു. ബെന്നി പാലക്കാട്ട്, KP സുബീഷ്, മിനി തോമസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, രാജാക്കാട്.